ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അദ്വൈത ആൻഡ് അനുഗ്രഹ. അപ്പം നമുക്കിന്നൊരു ഏപ്രിൽ പ്ലാനർ സെറ്റ് ചെയ്യാം. ഇത് ഞാനൊരു വിഷു തീമിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ യെല്ലോ കളർ വെച്ചിട്ട് ഒരു ബോക്സ് പോലെ അടിച്ചു കൊടുത്തു. ഇത് വാട്ടർ കളറാട്ടോ ഞാൻ യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് ബ്ലാക്ക് പേന വെച്ചിട്ട് ഒരു കണിക്കൊന്ന വരച്ചെടുക്കാം. ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഒരു ഔട്ട്ലൈനിങ് കൊടുത്തു. കണിക്കൊന്ന പോലെ ഒന്നും ആയില്ലെങ്കിലും ഒരു മരം നമ്മൾ വരച്ചെടുത്തു. പിന്നെ ഞാൻ കളർ അടിക്കാൻ വേണ്ടിയിട്ട് കളർ പെൻസിലിൽ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഇല പോലെ വരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് യെല്ലോ കളർ വെച്ചിട്ട് നിറച്ച് പൂത്ത് നിൽക്കുന്ന രീതിക്ക് കണിക്കൊന്ന ആക്കി കൊടുത്തു. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ബ്രൗൺ കളർ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കണിക്കൊന്നത് ഇവിടെ സെറ്റായിട്ടുണ്ട്. കാണാൻ വലിയ രസമൊന്നും ഇല്ലെങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കലണ്ടർ വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് ഫസ്റ്റ് വരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് മൂഡ് ട്രാക്കറൊക്കെ സെറ്റ് ചെയ്യാം ഈ കലണ്ടറിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ കലണ്ടർ സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ 7 ബോക്സസ് വരച്ചെടുത്തു. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ വരച്ചപ്പോൾ 6 ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇതേപോലെ ഞാൻ വരച്ചെടുത്തു. ഇനി നമുക്കിവിടെ ഓരോരോ ദിവസങ്ങൾ തിങ്കൾ, ചൊവ്വ, ബുധൻ അങ്ങനെ എഴുതി കൊടുക്കാം. അങ്ങനെ ഞാൻ ഇത് മുഴുവൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ എഴുതിയപ്പോൾ ബുധൻ്റെ അവിടെ വ്യാഴമായിപ്പോൾ പിന്നെ അത് വെട്ടി കഴിഞ്ഞാൽ മുകളിൽ ബുധൻ എഴുതി കൊടുത്തു. ഇനി നമുക്ക് ഓരോരോ നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. 1, 2, 3 അങ്ങനെ ഓരോരോ നമ്പേഴ്സ് ഞാൻ ഫുൾ എഴുതി കൊടുത്തിട്ടുണ്ട്. 26 വരെ എനിക്ക് തികഞ്ഞിട്ടുള്ളായിരുന്നു, താഴോട്ട് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് തൂത്തിട്ട് താഴോട്ടും കുറച്ച് വരച്ചെടുത്തിട്ട് 30 വരെ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു മൂഡ് ട്രാക്കർ സെറ്റ് ചെയ്യാം. നമ്മുടെ ഓരോ ദിവസത്തെ മൂഡ് അനുസരിച്ച് നമുക്ക് കളർ ചെയ്ത് ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ട്രാക്കർ സെറ്റ് ചെയ്യുന്നത്. ഇതുവഴി നമ്മുടെ ആ ഒരു മാസം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോഴേ മനസ്സിലാകും. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 റൗണ്ട്സ് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ 4 റൗണ്ട്സിൽ നമുക്ക് 4 കളേഴ്സ് കൊടുക്കാം. ഞാൻ യെല്ലോ, റെഡ്, ഓറഞ്ച്, പിങ്ക് ഇങ്ങനെ 4 കളേഴ്സും 4 മൂഡ്സുമാണ് എഴുതി കൊടുത്തത്. ഹാപ്പി, സാഡ്, ബോറിങ്, മിക്സ് എന്നാണ് എഴുതി കൊടുത്തത്. മിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഹാപ്പിയും സാഡും ബോറിങ്ങും എല്ലാം കൂടെ കൂടിയൊരു ദിവസത്തെയാണ് ഞാൻ മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം ഭയങ്കര ബ്ലാങ്ക് കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു ബോക്സ് റെഡ് കളർ സ്കെച്ച് വെച്ചിട്ട് വരച്ചിട്ട് നോട്ട്സ് എഴുതി കൊടുത്തു, ചുമ്മാ ഒരു രസത്തിന്. പിന്നെ ഇതുകൊണ്ട് ത്രെഡ് വെച്ച് തന്നെ ഇതേപോലെ ബുള്ളറ്റ്സ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ബ്ലാക്ക് വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കണം. എഴുതാനൊന്നും പറ്റത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാണാൻ നല്ല രസമുള്ള രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. ഞാൻ പിന്നെ ഒരു കണി ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. കൃഷ്ണനൊന്നുമില്ല, എനിക്ക് കൃഷ്ണനെ ഒന്നും വരയ്ക്കറത്തില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനൊരു കണി ഇവിടെ വരച്ചെടുത്തു. പിന്നെ നമ്മൾ യെല്ലോ കളർ വെച്ച് തന്നെ ഇതേപോലെ ഇവിടെ അടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൽ ഞാൻ വിഷു ആശംസകളെന്നും കൂടെ എഴുതി കൊടുത്തു. അത്രയും ഭാഗം വെറുതെ ബ്ലാങ്കിൽ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിഷു ആശംസകളെന്ന് അവിടെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എഴുതി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ നമ്മൾ ഫസ്റ്റ് കളർ അടിച്ചില്ലേ, അവിടെ നമ്മൾ ഏപ്രിൽ എഴുതി കൊടുത്തു. മലയാളത്തിലോട്ടോ എഴുതിയത്. ഫുള്ള് നമ്മൾ മലയാളത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു പ്ലാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.